ദേശീയ മാധ്യമങ്ങളിൽ ചർച്ചയായ ബ്രിട്ടീഷ് മീഡിയയുടെ ഒരു ഒപ്പീനിയൻ പോളാണ് വന്നിരിക്കുന്നത്. അതിൽ ആദ്യം പറയുന്നത് ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശിൽ 80 സീറ്റിൽ 48 സീറ്റ് വരെ BJP സഖ്യവും 30 സീറ്റ് വരെ ഇന്ത്യ സഖ്യവും 2 സീറ്റ് BSP ബഹുജൻ സമാജ്വാദി പാർട്ടിയും നേടുമെന്നാണ്. അടുത്തത് ജാർഖണ്ഡാണ്. അവിടെ 14 സീറ്റാണുള്ളത്. 14 സീറ്റിൽ 9 സീറ്റ് BJP സഖ്യവും 5 സീറ്റ് വരെ ഇന്ത്യ സഖ്യവും നേടുമെന്നാണ്. അടുത്തത് ഒഡീഷയാണ്. ഒഡീഷയിൽ 21 സീറ്റിൽ 7 സീറ്റ് BJP സഖ്യത്തിനും 2 സീറ്റ് ഇന്ത്യ സഖ്യത്തിനും 12 സീറ്റ് മറ്റുള്ളവർക്കും എന്നുള്ളതാണ് ഈ സർവേയിൽ പറയുന്നത്. അടുത്തത് വെസ്റ്റ് ബംഗാളാണ്. വെസ്റ്റ് ബംഗാളിൽ 42 സീറ്റാണുള്ളത്. 42ൽ 12 സീറ്റ് വരെ NDA സഖ്യത്തിനും 30 സീറ്റ് വരെ ഇന്ത്യ സഖ്യത്തിനും നേടാനാകുമെന്നാണ് ബ്രിട്ടീഷ് മീഡിയ പറയുന്നത്. അടുത്തത് ബീഹാറാണ്. ബീഹാറിൽ 40 സീറ്റുണ്ട്. 40ൽ 22 സീറ്റ് വരെ NDA സഖ്യവും 18 സീറ്റ് വരെ ഇന്ത്യ സഖ്യവും നേടുമെന്നാണ് ഇവർ പറയുന്നത്. അടുത്തത് ആന്ധ്രാപ്രദേശാണ്. ആന്ധ്രാപ്രദേശിൽ 25 സീറ്റുണ്ട്. 25ൽ 9 സീറ്റ് വരെ NDA സഖ്യവും 1 സീറ്റിലേക്ക് ഇന്ത്യ സഖ്യവും ബാക്കി 10 സീറ്റ് YSR കോൺഗ്രസും നേടുമെന്നാണ് ഈ സർവേയിൽ പറയുന്നത്. അടുത്തത് തമിഴ്നാടാണ്. തമിഴ്നാട്ടിൽ 39 സീറ്റുണ്ട്. 39 ഇന്ത്യ സഖ്യം നേടുമെന്നാണ് ഇവർ പറയുന്നത്. അടുത്തത് രാജസ്ഥാനാണ്. രാജസ്ഥാനിൽ 25 സീറ്റാണുള്ളത്. 25ൽ 15 സീറ്റ് BJP സഖ്യവും 10 സീറ്റ് ഇന്ത്യ സഖ്യവും നേടുമെന്നാണ് പറയുന്നത്. അടുത്തത് ഗുജറാത്താണ്. ഗുജറാത്തിൽ 26 സീറ്റുണ്ട്. 26ൽ 23 സീറ്റ് BJPയും 3 സീറ്റ് ഇന്ത്യ സഖ്യവും നേടുമെന്നാണ് പറയുന്നത്. അടുത്തത് മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്രയിൽ 48 സീറ്റാണുള്ളത്. 48ൽ 17 സീറ്റ് വരെയാണ് BJP സഖ്യം നേടുക. 29 സീറ്റ് വരെ ഇന്ത്യ സഖ്യവും 2 സീറ്റ് മറ്റുള്ളവർ നേടുമെന്നാണ് പറയുന്നത്. അടുത്തത് തെലങ്കാനയാണ്. തെലങ്കാനയിൽ 17 സീറ്റാണുള്ളത്. 17ൽ 4 സീറ്റ് കഴിഞ്ഞ പ്രാവശ്യമായിരുന്ന 4 സീറ്റ് BJP സഖ്യം 10 സീറ്റിലേക്ക് ഇന്ത്യ സഖ്യം ഉയരുകയും 3 സീറ്റിലേക്ക് BRS സഖ്യം താഴുകയും ചെയ്യും. അടുത്തത് കർണാടകയാണ്. കർണാടകയിൽ 28 സീറ്റാണുള്ളത്. 28ൽ 8 സീറ്റിലേക്ക് BJP സഖ്യം ഒതുങ്ങുകയും 20 സീറ്റിലേക്ക് ഇന്ത്യ സഖ്യം ഉയരുകയും ചെയ്യും. അടുത്തത് കേരളമാണ്. കേരളത്തിൽ 20ൽ 20ഉം ഇന്ത്യ സഖ്യം നേടും. അടുത്തത് ദില്ലിയാണ്. ദില്ലിയിൽ 7 സീറ്റാണുള്ളത്. 7ൽ 2 സീറ്റ് മാത്രമാണ് BJPക്ക് നേടാനാവുക. 5 സീറ്റ് ഇന്ത്യ സഖ്യം നേടുമെന്നാണ് ഈ സർവേയിൽ പറയുന്നത്. അടുത്തത് പഞ്ചാബാണ്. പഞ്ചാബിൽ 13 സീറ്റാണുള്ളത്. 13ൽ 1 സീറ്റ് NDAക്കും 10 സീറ്റ് ഇന്ത്യ സഖ്യത്തിനും 2 സീറ്റ് മറ്റുള്ളവർക്കുമാണെന്നാണ് പറയുന്നത്. അടുത്തത് ഹരിയാനയാണ്. ഹരിയാനയിൽ BJP സഖ്യത്തിന് 2 സീറ്റും ഇന്ത്യ സഖ്യത്തിന് 8 സീറ്റും എന്നാണ് ഈ സർവേയിൽ പറയുന്നത്. അടുത്തത് ജമ്മു കാശ്മീരാണ്. ജമ്മു കാശ്മീരിൽ 6 സീറ്റാണുള്ളത്. 6ൽ 2 സീറ്റ് BJPയും 4 സീറ്റ് ഇന്ത്യ സഖ്യവും നേടുമെന്നാണ് പറയുന്നത്. അടുത്തത് ഹിമാചലാണ്. ഹിമാചലിൽ 4 സീറ്റാണുള്ളത്. 4ൽ 2 സീറ്റ് NDAയും 2 സീറ്റ് ഇന്ത്യ സഖ്യവും നേടും. അടുത്തത് മധ്യപ്രദേശാണ്. മധ്യപ്രദേശിൽ 29 സീറ്റുണ്ട്. 29ൽ 22 സീറ്റ് NDA സഖ്യവും 7 സീറ്റ് ഇന്ത്യ സഖ്യവും നേടുമെന്നാണ് പറയുന്നത്. അടുത്തത് ഉത്തരാഖണ്ഡാണ്. ഉത്തരാഖണ്ഡിൽ 5 സീറ്റാണുള്ളത്. 5ൽ 4 സീറ്റ് NDAയും 1 സീറ്റ് ഇന്ത്യ സഖ്യവും നേടും. അടുത്തത് ഛത്തീസ്ഗഡാണ്. ഛത്തീസ്ഗഡിൽ 11 സീറ്റാണുള്ളത്. 11ൽ 7 സീറ്റ് NDAയും 4 സീറ്റ് ഇന്ത്യ സഖ്യവും നേടും. അടുത്തത് ഗോവയാണ്. ഗോവയിൽ 2 സീറ്റാണുള്ളത്. 2ൽ ഓരോരോ സീറ്റ് ഇരു മുന്നണികളും നേടും. അടുത്തത് സിക്കിമാണ്. സിക്കിമിൽ 1 സീറ്റാണുള്ളത്. 1 സീറ്റ് NDA നേടും. അടുത്തത് ആസാമാണ്. ആസാമിൽ 14 സീറ്റാണുള്ളത്. 14ൽ 8 സീറ്റ് NDAയും 6 സീറ്റ് വരെ ഇന്ത്യ സഖ്യവും നേടും. അടുത്തത് അരുണാചലാണ്. അരുണാചലിൽ 2 സീറ്റാണുള്ളത്. 2 സീറ്റിൽ ഓരോ സീറ്റ് ഇരു മുന്നണികളും നേടും. അടുത്തത് ലക്ഷദ്വീപ്. ലക്ഷദ്വീപിൽ 1 സീറ്റുണ്ട്. 1 സീറ്റ് ഇന്ത്യ മുന്നണി നേടും. അടുത്തത് അന്തമാൻ നിക്കോബാറാണ്. അന്തമാനിൽ 1 സീറ്റുണ്ട്. 1 സീറ്റ് ഇന്ത്യ മുന്നണി നേടും. അടുത്തത് ത്രിപുരയാണ്. ത്രിപുരയിൽ 2 സീറ്റാണുള്ളത്. 2 സീറ്റ് ഇരു മുന്നണികളും വീതിച്ചെടുക്കും. അടുത്തത് മിസോറാമാണ്. മിസോറാമിൽ 1 സീറ്റുണ്ട്. 1 സീറ്റ് ഇന്ത്യ സഖ്യം നേടും. അടുത്തത് മണിപ്പൂരാണ്. മണിപ്പൂരിൽ 2 സീറ്റാണുള്ളത്. 2 സീറ്റും ഇന്ത്യ സഖ്യം നേടും. അടുത്തത് നാഗാലാൻഡാണ്. നാഗാലാൻഡിൽ 1 സീറ്റാണുള്ളത്. 1 സീറ്റ് ഇന്ത്യ സഖ്യം നേടും. അടുത്തത് പുതുച്ചേരിയാണ്. പുതുച്ചേരിയിൽ 1 സീറ്റുണ്ട്. 1 സീറ്റ് ഇന്ത്യ സഖ്യം നേടും. അടുത്തത് ദാദ്ര നഗർ ഹവേലി ദ്വീപുകളാണ്. 2 സീറ്റുണ്ട്. 2 സീറ്റുകൾ 2ഉം NDA നേടും. അടുത്തത് ചണ്ഡീഗഡാണ്. ചണ്ഡീഗഡിൽ 1 സീറ്റാണുള്ളത്. 1 സീറ്റ് ഇന്ത്യ സഖ്യം നേടും. ടോട്ടൽ 543 സീറ്റിൽ 231 സീറ്റ് NDAക്കും 271 സീറ്റ് ഇന്ത്യ സഖ്യത്തിനും 36 സീറ്റ് മറ്റുള്ളവർക്കും.